മൈൻഡ്ഫുൾനെസ്സിനെ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ആക്കുന്ന പ്രോസസ്സിലേക്കാണ്. പലരും എന്നോട് പറയുന്ന ഒരു കാര്യം, മാം ഇതൊക്കെ കേട്ടാലും ഇതൊക്കെ പഠിച്ചാലും എന്റെ മൈൻഡ് അങ്ങോട്ട് ഇതിനെ ഒട്ടും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, എന്റെ മൈൻഡ് ഇതുമായിട്ട് അങ്ങോട്ട് കോപ്പപ്പ് ആവുന്നില്ല. എനിക്ക് നന്നായിട്ട് ഓരോ മൊമെന്റും എൻജോയ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഓരോ നിമിഷങ്ങളെയും പുൽകി മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഇറ്റ്സ് സോ ടഫ്. എത്ര ഞാൻ വിചാരിച്ചാലും ഒന്നുകിൽ ഞാൻ പാസ്റ്റിൽ കുടുങ്ങി കിടക്കും, അല്ലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ എനിക്കൊരു നമ്പ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എനിക്ക് എന്തോ എൻജോയ്മെന്റ്, ഈ ഒരു നിമിഷത്തെ എൻജോയ് ചെയ്ത് ഈ ഒരു നിമിഷത്തിന്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കി അതിനെ പുൽകി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ മൈൻഡ് കുറച്ചുകൂടെ റീപ്രോഗ്രാമിങ് ചെയ്യപ്പെടണം. പല പല റീസൺ കൊണ്ട് നമുക്ക് കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻസ്, കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി, ആൻഷ്യസ് അവോയ്ഡന്റ് നേച്ചർ, അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ്, അതുപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സുകൾ, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ പലരുടെയും ലൈഫിൽ പല ട്രോമാസ് കടന്നു വരും. അപ്പൊ ആ ട്രോമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്, ഇങ്ങനെ പല പല കാര്യങ്ങളും. അതിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ പുറത്ത് കടന്നു എന്ന് ചിന്തിച്ചാലും ഇതിന്റെ ട്രേറ്റ്സുകളൊക്കെ നമുക്ക് ഉള്ളിൽ പോയി കിടക്കും. ആ ആ ട്രേറ്റ്സുകൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടേയിരിക്കും. അതിലേറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളുടെ ഓരോ മൊമെന്റുകളെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ബുദ്ധിമുട്ട്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഐ എം നോട്ട് ഹാപ്പി. എനിക്ക് ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് ഒരു ചായ കുടിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോ തന്നെ ഞാൻ വല്ലാതെ ട്രിഗേർഡ് ആകുന്നു. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ചിലപ്പം ഒരു ഹസ്ബൻഡ് പറഞ്ഞതാണ്, ഞാൻ ചിലപ്പോൾ ചുമക്കുന്നത് അവളെ ട്രിഗേർഡ് ആക്കും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഒച്ച കുറച്ച് ചവച്ചൂടെ. കാരണം നമ്മൾ എന്താ പറയുന്നത്, അത്രയും ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ, നമ്മൾ ബേൺ ഔട്ട് ആയിരിക്കും, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ട്രിഗേർഡ് ആക്കും. ഒരിക്കല് ശ്രീബുദ്ധന്റെ അടുത്ത് വന്നിട്ട് ശ്രീബുദ്ധന് നേരെ ഒരാള് അസഭ്യ വർഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബുദ്ധൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരുന്നു. കാരണം ശിഷ്യന്മാർക്കൊക്കെ അത് അജിറ്റേഷൻ ആയി തുടങ്ങി. എന്താ ഇങ്ങനെ? അപ്പം ബുദ്ധൻ പറഞ്ഞൊരു കാര്യമാണ്, അപ്പോൾ അവനൊരു സമ്മാനം തന്നുകൊണ്ടിരിക്കുക, ആ സമ്മാനം ഞാൻ സ്വീകരിക്കാത്ത കാലത്തോളം അത് എന്റേതാവത്തില്ല. ദാറ്റ് മീൻസ് അത്രയും ഒരു അസഭ്യ വർഷം പോലും അദ്ദേഹത്തെ 1% പോലും ട്രിഗർ ചെയ്തില്ല എന്നുള്ളതാണ്. ചില പ്രോഗ്രാമിങ്ങുകളൊക്കെ ഒന്ന് എടുത്തു മാറ്റി നമ്മൾ റീപ്രോഗ്രാമിങ്, മോഡേൺ വേർഡിങ്ങിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് തന്നെ റീപ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നോ ആ പ്രോഗ്രാമിങ്ങിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടൂ. അപ്പൊ ആ പ്രോഗ്രാമിംഗ് മാറ്റണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ട്രിഗേർഡ് ആകുന്ന പ്രോഗ്രാമിംഗ് ആണ് എന്റെ മൈൻഡ് സെറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റിനെ ഞാൻ മാറ്റണം. ദാറ്റ് ഈസ് റീപ്രോഗ്രാമിംഗ്. ആ റീപ്രോഗ്രാമിംഗ് പ്രോസസ്സിൽ നമുക്ക് ഒരു 5 steps ഉണ്ട്. ആ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. 5 ways to reprogramming your mind. The first one is forgiveness. Second one, gratitude. Third one, unconditional love. Fourth one, belief, transformation. Fifth one, change of attitude. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഫൊർഗീവ്നെസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? റിവെഞ്ച് ഉള്ളൊരു മൈൻഡ് എങ്ങനെയായിരിക്കും? റിവെഞ്ച് മെന്റാലിറ്റി പലരെയും ഇല്ലസിലേക്ക് ലീഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. റിവെഞ്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ മിക്കവാറും ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്സും ഇറിറ്റേഷനും ഡിസാറ്റിസ്ഫാക്ഷനും എന്തായാലും ഏറ്റവും കൂടുതൽ ഷോക്കേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നിയറസ്റ്റ് ആൻഡ് ഡിയറസ്റ്റ് വൺ. നമ്മൾ ഫൊർഗീവ് ചെയ്ത് കഴിയുമ്പം ഒരാളോട് കണക്ഷൻ കൂടും. റിയൽ ഫൊർഗീവ്നെസ് ആണെങ്കിൽ നമുക്ക് കണക്ഷൻ കൂടും. അപ്പൊ കണക്ഷൻ കൂടുമ്പോൾ നമുക്ക് എന്താ, അവരോട് മിണ്ടുന്നതും പിന്നെ അവരടുത്ത് വരുന്നതും അവരോട് ആയിരിക്കുന്നതും സന്തോഷമുള്ള കാര്യമല്ലേ? ഫൊർഗീവ്നെസ് ഈസ് നെവർ എവർ ഫൊർഗെറ്റ്ഫുൾനെസ്. നമുക്ക് ഫൊർഗെറ്റ് ചെയ്യും, പക്ഷേ നമുക്കൊരു നോർമൽ ലോജിക് ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആള്, ഒരു നാർസിസ്റ്റ്. ഈ നാർസിസ്റ്റ് ഒരു കാലത്തും തെറപ്പിക്കോ അല്ലെങ്കിൽ ആളെ ഓക്കെ ആക്കാനോ യാതൊരു എഫർട്ടും എടുക്കത്തില്ല. നമ്മൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ എഫർട്ട് എടുത്താലും അതിൽ നിന്ന് മാറിപ്പോവാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സംശയരോഗി.
കൂടെ പോയി ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് കൂടെ പോയി ജീവിച്ചാൽ ജീവൻ കാണത്തില്ല. ഈ തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. നമ്മൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും അവരതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പുറത്തു വരുത്തില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു കീപ് ഡിസ്റ്റൻസ്. നമ്മളോട് ചെയ്തതൊക്കെ ക്ഷമിച്ചൊക്കെ കൊടുക്കണം. അത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എന്നാൽ അവരെന്നെ അന്ന് ഇങ്ങനെ അടിച്ചതാണ്, ഇങ്ങനെ ഉപദ്രവിച്ചതാണ്, ആ വേദന ഇപ്പോഴും എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പുകയാണ്, അവരെന്നെ പൊള്ളിച്ചിട്ടുണ്ട്, അത് കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതൊക്കെ ക്ഷമിച്ചു കൊടുക്കണം, വിട്ടുകൊടുക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ചെയ്യാവുന്ന, ദൂരെ മാറിയിരുന്ന് ചെയ്യാവുന്ന, അവരറിയാതെ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ മുന്നിൽ പോയി ഈ സ്വഭാവം മാറാത്തവരുടെ അടുത്ത്, അല്ലെങ്കിൽ രീതി മാറാത്തവരുടെ അടുത്ത്, എത്ര ഇതായിട്ടും മാറാത്തവരുടെ അടുത്ത് പോയി നമ്മൾ വീണ്ടും അഫക്റ്റഡ് ആകരുത്. ഫൊർഗീവ്നെസ് ഈസ് ലെറ്റിംഗ് ഗോ ഓഫ് ദ നീഡ് ഫോർ റിവെഞ്ച്. ഫൊർഗീവ്നെസ് പഠിക്കുമ്പോൾ 2 ഡയമെൻഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ഡയമെൻഷൻ ഇന്റർപേഴ്സണൽ, അത് നമ്മൾ എല്ലാവരും ഭയങ്കര ഫോക്കസ് കൊടുക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഇൻട്രാപേഴ്സണൽ self-forgiveness. So, releasing negative thoughts of bitterness and resentment. Forgiveness ന്റെ ഒരു പാർട്ട് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ റിലീസിങ് നെഗറ്റീവ് തോട്ട്സ് ഓഫ് ബിറ്റർനെസ് ആൻഡ് റിസെന്റ്മെന്റ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയ്ച്ച് കിടക്കുന്ന കയ്പാണ്. നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കാതെ ഇട്ടേക്കുന്ന എല്ലാം കയ്പാണ്. ഫൊർഗീവ്നെസ് ഈസ് എ റിലീസിങ് ഓഫ് ബിറ്റർനെസ്. നമ്മുടെ ചില കയ്പുകളൊക്കെ ഇറക്കി കളയുക. അതുപോലെ നമ്മൾ കപ്പ എടുക്കുമ്പോൾ, കപ്പയെല്ലാം ചിലത് ഇങ്ങനെ കയ്പുള്ളതുണ്ട്, ആ കട്ടെന്ന് പറയും, അത് റിമൂവ് ചെയ്ത് കളയണം. അത് റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ മൊത്തം ബിറ്ററും ആയിരിക്കും. മാത്രമല്ല അത് ചില പോയിസണസും ആവും. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പാവയ്ക്കാനും കഴിക്കുന്ന കയ്പുകളുണ്ട്. നമ്മുടെ ചില രീതികളൊന്നും എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ചില തോട്ട്സ് എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ചില ബിലീഫ് എടുത്ത് നോക്കിയാൽ മതി, എന്തോരം കയ്പുള്ള സാധനമാണെന്നറിയാം. അപ്പൊ അതിനെയൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫൊർഗീവ്നെസ്. ഇറ്റ്സ് എ വെരി 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 എന്താ പറയുന്നത്, പവർഫുൾ ടൂൾ ടു റിമൂവ് യുവർ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ബിറ്റർനെസ്.